എം.ടി. വാസുദേവൻ നായർക്ക് പിന്നാലെ ഭരണകൂട വിമർശനവുമായി സാഹിത്യകാരൻ എം. മുകുന്ദൻ. കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം അധികാരികൾ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുന്നില്ല എന്നും കുറ്റപ്പെടുത്തി. അധികാരത്തിന്റെ രുചിയറിഞ്ഞ് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും എം. മുകുന്ദൻ പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലായിരുന്നു എം. മുകുന്ദന്റെ രൂക്ഷ വിമർശനം. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നായിരുന്നു മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എം.ടിയുടെ വിമർശനം. എം. മുകുന്ദന്റെ വാക്കുകളിലുമുള്ളത് സമാന ചിന്ത. അധികാരത്തിന്റെ രുചിയറിഞ്ഞ് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നേരെയാണ് മയ്യഴിയുടെ കഥാകാരന്റെ ചൂണ്ടുവിരൽ. ഒരു തുള്ളിച്ചോരയ്ക്ക് ഒരു കിരീടത്തേക്കാൾ വിലയുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ ഈ വരികളെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള എം സ്വരാജിന്റെ ചോദ്യത്തിന് എം. മുകുന്ദന്റെ മറുപടി ഇങ്ങനെ: കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കിരീടത്തെക്കാളുള്ളതാണ് നമ്മുടെ ചോര, ഒരു തുള്ളി ചോര എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ ശക്തി ആർജിച്ചു വരുന്നത്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചിയറിഞ്ഞവരാണ്. അവരവിടുന്ന് എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ്, സിംഹാസനം പോയി ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കണമെന്നും എം. മുകുന്ദൻ. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണ് നമ്മൾ സ്ഥാപിക്കുക. അതിന് നമ്മുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വൈകാതെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വാചകം ഓർക്കാം. വേദിക്ക് പുറത്തും വിമർശനം ആവർത്തിച്ച എം. മുകുന്ദൻ ഒരു പടി കൂടി കടന്ന് വ്യക്തിപൂജയ്ക്കെതിരെ തിരിഞ്ഞു. തന്റെ വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമെന്നും ഉറച്ച നിലപാട്. കൂട്ടത്തിൽ എം.ടിയുടെ വാക്കുകൾക്ക് പിന്തുണ. വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഏത് പാർട്ടിയായാലും അതിൽ EMSനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ. നേതൃപൂജകൾ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടാകുന്നത് അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം. കേരളത്തിലെ എല്ലാ നേതാക്കളും അങ്ങനെ ആയിരിക്കണം. പിന്നെ നേതൃസ്തുതികളിൽ അഭിരമിക്കുന്ന നേതാക്കളെല്ലാം നമുക്ക് വേണ്ട. വിമർശനം ആവശ്യമാണ്. ഏതൊരു വ്യവസ്ഥിതിയിലുണ്ടല്ലോ വിമർശനം ആവശ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ വിമർശനം അതിനുള്ളൊരു സ്പേസ് ഉണ്ടാകണം. KLF വേദിയിൽ എം.ടിയുടെ പരാമർശമുയർത്തിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമാന പ്രതികരണങ്ങളുമായി കൂടുതൽ പേരെത്തുന്നത്. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ മറക്കുന്ന ഭരണകൂടങ്ങൾക്ക് നേരെയാണ് എം.ടിയുടെയും എം. മുകുന്ദന്റെയും വിമർശനം. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ അധികാര കേന്ദ്രങ്ങൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, 24. പൊതുജനം കഴുതയല്ല സാർ. എം.ടി ഉയർത്തിയ രാഷ്ട്രീയ വിമർശനം, അതിന് പിന്നാലെയുള്ള പ്രതികരണങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ കൊണ്ട് സജീവമായിരുന്നു ഇന്നത്തെ വാർത്താ ദിനവും. സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊള്ളും എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറയുന്നത്. എം.ടി. വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനം CPIMനെ ലക്ഷ്യമിട്ടല്ല എന്നും M.V. ഗോവിന്ദൻ ഇന്ന് വിശദീകരിച്ചു. എന്നാൽ അധികാര രാഷ്ട്രീയത്തിനെതിരെ എം.ടി. വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകൾ സമരത്തെക്കാൾ മൂർച്ചയുള്ളതാണ് എന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഇരുവരുടെയും വാക്കുകൾ കേൾക്കാം. കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. മോഡിയുടെ സർവാധിപത്യത്തിനും പിണറായി വിജയൻ്റെ സർവാധിപത്യത്തിനും ഒക്കെ തന്നെ എതിരായിട്ടുള്ളതാണ്. എവിടെയൊക്കെ തന്നെ സർവാധിപത്യമുണ്ടോ ആ സർവാധിപത്യ ശക്തികൾക്കെതിരായിട്ടുള്ള ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദമാണ് എം.ടി. വാസുദേവൻ നായർ മുഴങ്ങിക്കെട്ട്. എല്ലാവരും പരാജയപ്പെട്ടെടുത്താണ്. രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നേതൃത്വവും ഒക്കെ തന്നെ പരാജയപ്പെട്ടെടുത്താണ് എം.ടി. വാസുദേവൻ നായർ കൊളോസസിനെ പോലെ ഉയർന്നുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ തൻ്റെ അഭിപ്രായം പ്രശ്നമെങ്കിലും മൂർച്ചയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചത്. എം.ടി. വാസുദേവൻ നായർക്ക് പിന്നാലെ അധികാര രാഷ്ട്രീയത്തിനെതിരെ എം. മുകുന്ദനും രംഗത്തെത്തിയതോടുകൂടി നേരത്തെ ഉയർന്നു വന്നിരുന്ന ചോദ്യങ്ങൾ അത് വീണ്ടും സജീവമായി മാറുകയാണ്. ആരൊക്കെയാണ് സിംഹാസനങ്ങൾ ഒഴിയേണ്ടത്? സൂചിപ്പിച്ച സിംഹാസനങ്ങളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ജനങ്ങളോട് ഈ വിഷയത്തിലുള്ള പ്രതികരണമായിരുന്നു ഇന്ന് ഞങ്ങൾ തേടിയത്. കേൾക്കാം ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത്.
ഇരിക്കുന്നവർ സമൂഹത്തിനൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരെ മാറ്റി തന്നെ വേണം. സർക്കാരിൻ്റെ ഭരണം കുറച്ചുകൂടി നീതിയുള്ളതായിരിക്കണം. ദൂർത്തടിയല്ലേ നടത്തുന്നത് സർക്കാർ. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കണം. പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിക്കുകയാണെങ്കിൽ അവരെ തല്ലി ചതപ്പ്, ജയിലിലടപ്പ്, ഇതൊക്കെയല്ലേ അവരെ ജോലി. പൊതുവിൽ എല്ലാവരുടെയും ഒരു അഭിപ്രായമാണല്ലോ പറയുന്നത്. അപ്പം എഴുത്തുകാരുടെ അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നു. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളതാണല്ലോ വേദികൾ. അവർക്ക് നമ്മളെക്കാളും അവർ ഇതിനെ വീക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം അവർ പൊതുവേദികളിൽ പ്രകടിപ്പിക്കുന്നു. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. എം മുകുന്ദൻ സാറിനെ പോലെയും അതോടൊപ്പം തന്നെ ഈ MD വാസുദേവൻ നായരെ പോലെയുള്ള ആളുകൾ CPMൻ്റെ അനുകൂലമായി പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അവരിൽ നിന്നൊക്കെ ഏകാധിപതിയായ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിനെതിരായി തുടങ്ങിയെന്നുള്ളതിന് തെളിവാണ്. കമന്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. MTയുടെ രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ടും അതിനുശേഷമുള്ള പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. MTയുടേത് മോദിക്കും പിണറായിക്കും ഒരുമിച്ചുള്ള വിമർശനമാണ് എന്നുള്ളതാണ് അലക്സ് മീഡിയ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് രേഖപ്പെടുത്തുന്ന അഭിപ്രായം. MT പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറയുന്നവരുണ്ട്. അത് CPMനെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ആ വാർത്തയിൽ വളരെ സജീവമായി ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന് സർക്കാർ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സായി ഒന്നിച്ചുള്ള പോരാട്ടത്തിൽ പങ്കാളിയാവരുത് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്.